പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു വട ഉണ്ടാക്കുന്നത് ചീരവട, മുരിങ്ങയും കൊണ്ടൊരു വട ഉണ്ടാക്കുന്നത്. മുരിങ്ങ കിട്ടിട്ടുള്ളത് മുരിഞ്ഞ വടയാണ്. വടപ്പരിപ്പിൽ ഉണ്ടാക്കുന്നത്. മുരിഞ്ഞ വട എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഒരു സിമ്പിൾ വട ഉണ്ടാക്കാം. നമുക്ക് കടലപ്പരിപ്പിലും ഉണ്ടാക്കാം, വടപ്പരിപ്പിലും ഉണ്ടാക്കാം. ഇത് വടപ്പരിപ്പാണ്. 2-2.5 മണിക്കൂറോളം കുതിർത്തി ഇങ്ങനെ വാര വച്ചാൽ വെള്ളമൊക്കെ വാർന്നു. ഇനി ഇത് ഒന്ന് ചതച്ച് അരച്ചെടുക്കണം. നല്ല നൈസാക്കണ്ട, കുറച്ച് അരച്ചാൽ മതി. ഒരു മീഡിയം അരച്ചാൽ മതി, നല്ലോണം അരക്കണമെന്നില്ല. അരച്ചെടുത്തിട്ട് എങ്ങനെ വട ഉണ്ടാക്കണം, എന്തൊക്കെ ഇട്ടാൽ വട ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ആദ്യം ഇത് കടലപ്പരിപ്പാണ്, വടപ്പരിപ്പാണ്. കടലപ്പരിപ്പ് ഉണ്ടാക്കാം. ഇത് വടപ്പരിപ്പാണ്. 150 ഗ്രാം ഉണ്ട്. 2 തണ്ട് കറിവേപ്പില വെച്ചിരുന്നു, 2 വെളുത്തുള്ളി വെച്ചിരുന്നു, 2 ഉണക്കമുളക് ഉണ്ട്. ഇതിരിക്കട്ടെ. പിന്നെ സ്പെഷ്യൽ വടയാണ്. ഇതാ ചീരവടയാണ്, മുരിഞ്ഞ ചീരയാണ്, മുരിഞ്ഞും കൊണ്ടുള്ള വടയാണ്. ഇതാ കഴുകി മുരിഞ്ഞയുടെ ഇലയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. ഇതിട്ടാണ് ഉണ്ടാക്കുന്ന വട. പിന്നെ അതിന് വേണ്ട തന്നെ നോക്കാം. ഇതാ ഇഞ്ചിയുണ്ട്, കുഞ്ഞനുള്ളിയാണ്, 10 കുഞ്ഞനുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പച്ചമുളകുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ട്. എല്ലാം കൂടി ചതച്ചെടുത്തിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ആദ്യം ചതച്ചെടുക്കാം. ഒന്ന് നല്ല അറിയാൻ പാടില്ല. ഞാൻ അരച്ചിട്ട് കാണിച്ചു തരാം. ഉണക്കമുളക് ഇട്ടു, 2 വെളുത്തുള്ളി ഉണ്ട്, നമ്മുടെ കറിവേപ്പില 2 പ്രാവശ്യമായിട്ട് ചതച്ചെടുക്കാം, അരച്ചെടുക്കാം. ഉപ്പിടണം. ഉപ്പിട്ടിട്ടാണ് അരയ്ക്കുന്നത്. ഉപ്പിടുന്നുണ്ട്, നോക്കിയിടാം. അരച്ചുകൊണ്ടില്ല. ഇങ്ങനെ ചതച്ചിടുന്നത് നല്ല അറിയാൻ പാടില്ല. ഒഴിച്ച് വയ്ക്കാം. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ബാക്കിയുടെ കൂടി ചാച്ചുകൊണ്ടില്ല. കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട്, കുറച്ചുള്ളി അങ്ങനെ ഇതാക്കാൻ വെച്ചിട്ടുണ്ട്. അരച്ചുകൊണ്ടില്ല. ഇങ്ങനെ അരച്ചിട്ടുണ്ട്. നല്ല നൈസാവാൻ പാടില്ല, കുറച്ച് ഇങ്ങനെ ഉണ്ടാവണം. ഇനി ഇതിലെല്ലാം ഉള്ളിയും പച്ചമുളകും 2-3 ഉള്ളി, കുറച്ച് കുഞ്ഞുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി 2-3 പച്ചമുളകും, 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ, 2 ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. എരിവ് വേണമെങ്കിൽ കൂട്ടും കുറച്ച് ചേർക്കാൻ നമുക്ക് ഇഷ്ടമാണ്. എന്നിട്ട് ഒക്കെ പാടെ കുഴച്ചിട്ട് നമുക്ക് എങ്ങനെ വട ഉണ്ടാക്കുന്നത് നോക്കാം. എല്ലാം മിക്സ് ആക്കണം. ആദ്യം പച്ചമുളക് ഇടുന്നുണ്ട്, 1 സ്പൂൺ പെരിഞ്ചീരകം ഇടുന്നുണ്ട്. പിന്നെ ഇഞ്ചി കുഞ്ഞനുള്ളിയാണ്, കൊത്തിയരിഞ്ഞ ഇഞ്ചിയാണ്, കുഞ്ഞനുള്ളി ഇടുന്നുണ്ട്. 10 ഉള്ളിയുണ്ട്. ഉപ്പും ഒക്കെ നോക്കാം. കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട്. കായപ്പൊടി ഇതൊക്കെ വേണമെങ്കിൽ ഇടാം, ഞാൻ ഇടുന്നുണ്ട്, നിർബന്ധമൊന്നുമില്ല. കുഴച്ച് കൊടുക്കാം. എണ്ണ വെച്ചിട്ട് അടുപ്പിൽ ചൂടാവട്ടെ. ഒരു കുഞ്ഞു വീഡിയോ ആണ്, വീഡിയോ ഫുള്ള് കാണണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. മുരിഞ്ഞ ക്ലീൻ ചെയ്ത്, മുരിഞ്ഞ എല്ലാവർക്കും അറിയാലോ, കഴുകി വെച്ചാണ്. എല്ലാം മിക്സാക്കാം. തൂമ്പിടും. കറിവേപ്പില 2 ഉണ്ട്. മണക്ക ചീരവട. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി, നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ആക്കിയാൽ മതി. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ പരന്ന് വരും.
അങ്ങനെ ഗമ എന്ന് മണക്ക നമ്മുടെ ചീരവട. കുഞ്ഞു വീഡിയോ ആണ്. സൂപ്പർ ടേസ്റ്റുള്ള ചീരവടയാണ്. മുരിഞ്ഞ ചീര വട എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എന്നിട്ട് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യണം. വീഡിയോ ഫുള്ളും കാണുക. കുഞ്ഞു വീഡിയോ ആണ്, ആദ്യം തൊട്ട് അവസാനം വരെ കാണണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചീരയും കൊണ്ടുള്ള വട റെഡിയായി. മുരിങ്ങയുടെ ഇലയാണ് മുരിങ്ങ ചീര. അങ്ങനെ ചീരവട, സൂപ്പർ ടേസ്റ്റിലുള്ള ചീരവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിളാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പരിപ്പ് കുതിർത്തുന്നത് മാത്രമേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റിലുള്ള മുരിങ്ങവട റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. ചായക്കും ചോറിൻ്റെ കൂടെയും ചുമ്മാവും ഒക്കെ കഴിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.